ഓണം വെക്കേഷനും വീട്ടിൽ വരവും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടോ വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് എടുത്ത് വെച്ചതായിരുന്നു. ഒരു ദിവസം ഈവനിങ്ങിൽ ഭയങ്കരമായിട്ട് മീൻകറിയും നെയ്ച്ചോറും കഴിക്കാൻ വേണ്ടിയിട്ട് പൂതിയാവും കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു മീൻകറിയും നെയ്ച്ചോറും കോമ്പിനേഷൻ കുറേ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇതുവരെ ട്രൈ ആക്കിയിട്ടില്ല. മീൻ കറി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ നെയ്ച്ചോറ് അരിയൊന്നും നമ്മുടെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ പിന്നെ വേഗം കുഞ്ഞാക്കാനെ കടയിൽ പറഞ്ഞിട്ട് അരി വാങ്ങിക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ മീൻകറിക്കുള്ള ഐറ്റംസൊക്കെ റെഡിയാക്കുകയാണ്. മീനെന്ന് വെച്ചാൽ കൂന്തലാണ് കേട്ടോ. ഇത് വെച്ചിട്ട് റോസ്റ്റാണ് റെഡിയാക്കി എടുക്കുന്നത്. വീഡിയോസിലൊക്കെ കണ്ടത് നല്ല നെയ്മീനും അതൊക്കെയാണ് കേട്ടോ. പിന്നെ നമുക്ക് കൂന്തൽ റോസ്റ്റും നെയ്ച്ചോറും തന്നെ റെഡിയാക്കാം. അപ്പോൾ പിന്നെ ഇത് കൊണ്ടുവന്ന പാടനെ ഞാൻ ക്ലീൻ ആക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതൊന്ന് കട്ടാക്കിയിട്ട് നമുക്ക് നല്ല അടിപൊളി റോസ്റ്റ് അങ്ങ് റെഡിയാക്കി എടുക്കുക. ആ ഒരു ടൈം ആയപ്പോഴത്തേക്ക് കുഞ്ഞാക്ക നമ്മുടെ നെയ്ച്ചോറരിയും അതുപോലെ കുറച്ച് ബേക്കറി ഐറ്റംസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കോൽമുട്ടായും കൂടെ ഉണ്ടായിരുന്നു. ഈ ഒരു ഡയറി മിൽക്കിൻ്റെത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് കഴിച്ചുകൊണ്ടാണ് ഞാൻ പിന്നെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത്. പിന്നെ കുറച്ചധികം ചെറിയുള്ളി തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയുള്ളിയിൽ കൂന്തൽ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചു ഈ ഒരു ഇടുകല്ലിൽ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാമെന്ന്. പക്ഷേ മൊത്തത്തിൽ അങ്ങ് ചതഞ്ഞ് കിട്ടാത്തത് കൊണ്ട് പിന്നെ മിക്സീനെ തന്നെ അങ്ങ് ആശ്രയിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം കുറച്ചധികം ഉള്ളതുകൊണ്ട് ഒരുപാട് നേരം കുത്തി നിൽക്കാനുള്ള ടൈമൊന്നും ഇല്ലായിരുന്നു. ഏകദേശം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു കിച്ചണിൽ കയറുമ്പോൾ നമ്മൾ പ്ലാൻ മാറ്റിയപ്പോഴേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേഗം ഇതൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. മക്കൾക്കൊക്കെ വിശന്നിട്ട് ഒരു വൈക്കായിട്ടുണ്ട് കേട്ടോ. പിന്നെ വേഗം ചതച്ച് വെച്ച ഐറ്റംസൊക്കെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു. കുറച്ചധികം വെളിച്ചെണ്ണയിൽ ചെയ്യണം കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ നല്ല ടേസ്റ്റ് ഉള്ളൂ. ഇനിയിപ്പോൾ ഇതുവരെ നെയ്ച്ചോറും മീൻകറിയും ട്രൈ ആക്കി നോക്കാത്തവർ ധൈര്യമായിട്ട് തന്നെ റെഡിയാക്കി നോക്കിക്കോളൂ കേട്ടോ. അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നല്ല അടിപൊളി നെയ്ച്ചോറരിയും കൂടെ എടുക്കണം കേട്ടോ. നല്ല മണമുള്ള, അപ്പോഴാണ് നമുക്ക് നല്ല അടിപൊളി നെയ്ച്ചോറൊക്കെ കിട്ടുക. അങ്ങനെ ഒരടുപ്പത്ത് ഞാൻ കൂന്തൽ റോസ്റ്റ് സെറ്റാക്കുന്നുണ്ട്. ഇപ്പുറത്ത് നെയ്ച്ചോറും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൂന്തലൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ സെറ്റായി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ ലേറ്റ് ആയിട്ടുണ്ടെന്ന്. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് തന്നെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ.